16,894 കിലോമീറ്ററായി നമ്മുടെ ഓല ഓടാൻ തുടങ്ങിയിട്ട്. ഇന്ന് ഓല S1 Pro സെക്കൻഡ് ജനറേഷൻ എന്ന നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങൾ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിപ്പോൾ ഏകദേശം 17,000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. ഇതുവരെ നമുക്ക് നേരിട്ട ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ആദ്യം ഓല ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ക്യാഷ് ബുക്കിംഗ് ഇട്ട് കാത്തിരിക്കുകയായിരുന്നു. കുറച്ച് കാലത്തിന് ശേഷം നമ്മുടെ ഓല സ്കൂട്ടികൾ വന്നപ്പോൾ നമ്മളത് പലരിൽ നിന്നും പല റിവ്യൂകളും കേട്ടപ്പോൾ നമ്മളത് ക്യാൻസൽ ചെയ്യാനുണ്ടായത്. വീണ്ടും നമ്മൾ കുറേ കാത്തിരുന്നു, വേറെ ഏതെങ്കിലും വാഹനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ നമ്മുടെ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ പറ്റുന്നതും പിന്നെ കുറച്ചും കൂടെ നല്ലൊരു ബ്രാൻഡും അതോടൊപ്പം തന്നെ വില ഒരു പാകത്തിനുള്ളൊരു വാഹനം കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും നമ്മൾ ഓലേനെ സെലക്ട് ചെയ്തു. അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അന്ന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടായിരുന്നു അന്ന് ആദ്യം എടുക്കാതിരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു സെക്കൻഡ് ജനറേഷൻ വന്നു, അപ്പോഴാണ് നമ്മൾ ഈ വണ്ടി എടുക്കുന്നത്. ഫസ്റ്റ് ജനറേഷനിൽ പലരും പറഞ്ഞ കംപ്ലൈൻറ്റ് ഒന്ന്, ഇത് കത്തുന്നുണ്ട്, നിരവധി കംപ്ലൈൻറ്റുകൾ വരുന്നു, ഫോർക്കുകളൊക്കെ പൊട്ടുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കേട്ടിട്ടാണ് നമ്മൾ അതിനകത്ത് പിന്മാറിയത്. മാത്രമല്ല സർവീസ് സെൻ്ററുടെ എണ്ണം വളരെ കുറവായിരുന്നു. അന്ന് എറണാകുളം മാത്രമായിരുന്നു കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ പർച്ചേസിംഗ് ഒക്കെ ഓൺലൈനിൽ കൂടെ ആയിരുന്നു, ഷോറൂമുകളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഓല അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ വാഹനം എടുക്കാനുള്ള ഒരു ഉദ്ദേശം തന്നെ നമ്മൾ വീട്ടിലകത്ത് സോളാറൊക്കെ ഫിറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 2024 ഏപ്രിൽ ലാസ്റ്റോട് കൂടെയാണ് നമ്മൾ ഓലയ്ക്ക് വേണ്ടി ഓൺലൈനിൽ കൂടെ പേയ്മെൻ്റ് ഒക്കെ അടച്ചത്. ഏകദേശം ഒരു മാസത്തോളം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡെലിവറി ഒക്കെ ഒന്ന് കിട്ടിയത്. ഞങ്ങൾ വളാഞ്ചേരിയുള്ളൊരു ഷോറൂമിൽ നിന്നാണ് ഞങ്ങളത് ഡെലിവറി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെയാണ് വാഹനം വന്നത്. നമ്മുടെ ഷോറൂമിൽ നിന്നും തന്നെ പറയട്ടെ, നമുക്കതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും അതിൻ്റെ കൺട്രോളിങ്ങും അതിൻ്റെ നിയന്ത്രണവും എങ്ങനെ പോകേണ്ടെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ശരിക്കും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അന്ന് ഫസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്ത് രണ്ടാമത് ഓൺ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടെ ഞങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു ഓലക്കാരനെ വീണ്ടും റോഡിൽ നിന്ന് തടഞ്ഞു നിർത്തി കാര്യങ്ങൾ ചോദിച്ചിട്ടാണ് നമ്മളന്ന് അവിടെ നിന്ന് തന്നെ വീട്ടിലേക്ക് വണ്ടി കൊണ്ടുവരുന്നത്. വാഹനം നമ്മുടെ ജീവിതത്തിലൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല കഴിവും പവറും അതോടൊപ്പം തന്നെ സഡൻ പിക്കപ്പ്, ക്രൂയിസ് കൺട്രോള്, പിന്നെ അതോടൊപ്പം തന്നെ ലൈറ്റ്, ഇങ്ങനെയുള്ള കുറേ നമുക്ക് GPS ഏകദേശം ഒരു 160-170 കിലോമീറ്ററോളം കിട്ടുന്ന ഒരു ചാർജിൽ കിട്ടുന്ന കിലോമീറ്ററിൻ്റെ മൈലേജ്, വാഹനം ഓടിക്കാനുള്ളൊരു കംഫർട്ട്, വില, ഇതുകൊണ്ടൊക്കെ വളരെ നമ്മൾ ഹാപ്പി ആയിരുന്നു. ഓടിയ ആദ്യത്തെ മാസങ്ങളിലൊക്കെ വളരെ ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഓടി. കാരണം വലിയ കംപ്ലൈൻറ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വാഹനത്തിന് ദിവസം ഓട്ടമായിരുന്നു. വൈഫ് സ്കൂളിലേക്കായിരുന്നു കാര്യമായിട്ടുള്ള യാത്രകൾ ആയതുകൊണ്ടായിരുന്നത്. ഒരു 15% താഴെയായി കഴിഞ്ഞാൽ പിന്നെ ചാർജിങ് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോഴേക്ക് നമ്മൾ അങ്ങനെ ആവാറില്ല. അങ്ങനെ മാസങ്ങൾ വാഹനം ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഓടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ 1000 നല്ല റിവ്യൂ ഇടണമെന്ന് വിചാരിച്ചു, 5000 ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, 10,000 ഓടിയപ്പോഴിടണമെന്ന് വിചാരിച്ചു, 15,000 ഓടിയപ്പോഴും വിചാരിച്ചാണ്. പക്ഷേ ഇപ്പോൾ ഏകദേശം 16,000 ഓടിയപ്പോഴാണ്, ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് നമ്മളിതിൻ്റെ കുറേ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. വാഹനത്തിൻ്റെ ഈ ടെക്നോളജി അപാരം തന്നെയാണ്. അതിൻ്റെ കൺട്രോളും വളരെ നിരവധി കാര്യങ്ങളുണ്ട്. അതൊക്കെ വളരെ നല്ല രീതിയിലാണ് നമ്മുടെ കമ്പനി ക്രമീകരിച്ചിട്ടുള്ളത്. ഉടനെ വാഹനം ഓടിക്കാൻ നല്ല ഒരു കംഫർട്ട് ജേണിയാണ്. യാത്രക്ക് നല്ല സുഖകരമായിട്ടുള്ള യാത്രകൾ നമുക്ക് അതുകൊണ്ട് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടും ഇതുവരെയുള്ള കിലോമീറ്റർ ഓടിയ വെച്ച് നമുക്ക് ലാഭം തന്നെയാണ്. വളരെ സന്തോഷം, ഹാപ്പി ആയിട്ടുള്ള ജേണിയാണ്. പക്ഷേ അതിനകത്ത് കുറേ പ്രശ്നങ്ങളും ഇതിനകത്ത് ഈ സമയത്തിനിടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ വാഹനം ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഇവർ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറഞ്ഞു തരുന്നില്ല. ഒരു സാധാരണ ഒരു പെട്രോൾ വണ്ടിയോ ഓടിക്കുന്ന പോലെ, സ്കൂട്ടി ഓടിക്കുന്ന പോലെയല്ല ഇതിൻ്റെ കുറേ കാര്യങ്ങൾ എന്നുള്ളത്. കാര്യങ്ങളൊന്ന് നമ്മൾ അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും ചെയ്യേണ്ടതുണ്ട്. അതൊന്നും ഇവിടുന്ന് നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിനകത്ത് മോഡുകൾ തന്നെ 3-4 മോഡുകളുണ്ട്. അതൊന്നും നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മൾ ഓരോരോ ആളുകളോട് ചോദിക്കുമ്പോഴൊക്കെയാണ് അവർ വിവരങ്ങൾ ഷെയർ ചെയ്ത് തരാറുള്ളത്. സർവീസിൻ്റെ കാര്യത്തിൽ എല്ലാ ഷോറൂമിലും കേൾക്കുന്ന അഭിപ്രായം തന്നെ എനിക്കും പറയാനുള്ളത്. സർവീസിൻ്റെ കാര്യത്തിൽ വളരെ മോശമാണ്. കാരണം വാഹനം കൊണ്ടിട്ടാൽ തന്നെ ഒരു 15 ദിവസം ഒക്കെ സമയമെടുക്കും.
95 കിലോമീറ്റർ കമ്പനി മൈലേജ് പറയുന്നുണ്ടെങ്കിലും ഏകദേശം ഒരു 150 അല്ലെങ്കിൽ 160 കിലോമീറ്ററൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്ക് തന്നെ നമ്മുടെ ഏകദേശം ചാർജ് ലാസ്റ്റ് ആവും. അതുകൊണ്ട് തന്നെ ഒരു ലോങ് റൈഡ് അങ്ങനെ വിശ്വസിച്ച് പോകാൻ കഴിയില്ല. പക്ഷേ ഞാൻ കോഴിക്കോടുകളിലൊക്കെ പോയി വരാറുണ്ട്. ഈ ലോങ് റേഞ്ച് ലോങ് ആയിട്ട് പോകാതിരിക്കാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ ചാർജിങ് സ്റ്റേഷനുകളില്ലാത്തതാണ്. അത് ചാർജിങ് സ്റ്റേഷനുകളൊക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് എവിടേക്കും പോകാൻ പറ്റുന്നൊരു അവസ്ഥയിലാണുള്ളത്. കാരണം നമുക്കതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചാർജ് ആവുകയും ചെയ്യും. നമുക്ക് യാത്രകളൊക്കെ സുഖമായിട്ട് പോകാനും പറ്റും. കമ്പനികൾ തന്നെ പല സ്ഥലങ്ങളിലും ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നിലവിൽ വന്നിട്ടില്ല. ഉള്ള സെൻറ്ററുകളിലെ ഫാസ്റ്റ് ചാർജിങ്ങുകൾ തന്നെ വർക്ക് ചെയ്യാറില്ല. പിന്നെ ഇതിൻ്റെ ബ്രേക്കുകൾ എത്രയും പെട്ടെന്ന് നമുക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഒരു മഴ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബ്രേക്ക് ഷൂസുകൾ മാറേണ്ടി വരും. വളരെ പെട്ടെന്ന് തന്നെ അത് തേയ്മാനം വന്ന് പോകുന്നതാണ്. ഒരു പ്രാവശ്യം ബ്രേക്കിൻ്റെ ഷൂ മാറ്റിയിടാൻ തന്നെ ഏകദേശം ഒരു 850-900 രൂപയോളം അതിന് ചിലവുണ്ട്. പിന്നെ 10,000 കിലോമീറ്റർ കഴിഞ്ഞാൽ ഏത് സമയത്തും ബെൽറ്റ് മാറ്റാൻ റെഡി ആയിരിക്കണം. കാരണം അപ്പോഴേക്ക് ചിലപ്പോൾ വഴിയിൽ നിന്നൊക്കെ പോകാൻ രക്ഷപ്പെട്ടെന്ന് നമ്മളതും അങ്ങനെ ഒന്ന് വഴിയിൽ നിന്നും പൊട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഒരു 16,000 കിലോമീറ്റർ ഓടിയപ്പോഴാണ് പൊട്ടിയെന്ന് മാത്രം. സാധാരണ ഒരു 10, 12, 15 ഉള്ളിലൊക്കെ ഇങ്ങനെ പൊട്ടി പോകാറുള്ളതാണ്. അത് പൊട്ടിക്കഴിഞ്ഞാൽ വലിയ സീനാണ്. കാരണം വഴിയിലവിടെ നിൽക്കും. പിന്നെ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ എടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലായിരിക്കും ഉണ്ടാകുക. വീണ്ടും നമ്മളെന്തെങ്കിലും വാഹനത്തിലെടുത്തിട്ട് കൊണ്ടുപോകേണ്ടി വരും. പിന്നെ അതോടൊപ്പം തന്നെ ഇവരൊരു ഓല കെയർ പ്ലസ് എന്നുള്ള ഒരു സർവീസിൻ്റെ പ്ലാൻ ഇവരെടുത്തിട്ടുണ്ട്. അത് 4,100 സംതിങ് ആണ് അതിന് ചാർജ്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബെൽറ്റ് അതുപോലെ തന്നെ ബ്രേക്കിൻ്റെ ഇഷ്യൂസൊക്കെ അവർ അതിനകത്ത് തേയ്മാനമുള്ളതൊക്കെ അവർ മാറ്റിത്തരും. പിന്നെ അതോടൊപ്പം തന്നെ എന്തെങ്കിലും വഴിയിലേക്കൊക്കെ കൊടുങ്ങി ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ റൂം സ്റ്റേ, പിന്നെ അതോടൊപ്പം തന്നെ പിക്കപ്പൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എത്രമാത്രം കിട്ടുന്നതൊക്കെ അറിയില്ല. എന്തായാലും സാധനങ്ങളൊക്കെ അവർ മാറ്റി തരുന്നുണ്ട്. കുറച്ച് ദിവസം ഒരു ബെൽറ്റ് ഇടാൻ തന്നെ ചിലപ്പോൾ ഒരു 2 മണിക്കൂർ എടുത്ത് പണിയാണെങ്കിലും അതൊരു ഒരാഴ്ചയോളം ചിലപ്പോൾ അവരുടെ ഷോറൂമിൽ സാധനമില്ലാന്ന് പറഞ്ഞിട്ട് അവിടെ ഇടേണ്ടി വരും. പിന്നെ നമ്മുടെ വണ്ടികൾ തന്നെ പാർക്ക് ചെയ്ത സ്ഥലത്തൊക്കെ വേറെ വണ്ടികളൊക്കെ വന്ന് ഇടിച്ചിട്ടുണ്ടായിരുന്നു. ബോഡികളിലൊക്കെ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു തവണ ഒരു വാഹനം വന്ന് ഇടിച്ച് മറിച്ച് ഇട്ടു. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ബോഡി പാർട്സൊക്കെ തട്ടിയാൽ തന്നെ വളരെ പെട്ടെന്ന് പൊട്ടിപ്പോവും. അങ്ങനത്തെ പാർട്സുകളാണ് പിന്നെ ഉള്ളത്. അതുകൊണ്ട് നമ്മളതിൻ്റെ ഒരു പ്രാവശ്യം നമ്മളതിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് അത് ഏകദേശം ഒരു 11,000 സംതിങ്ങോളം രൂപ അതിനായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ബെൽറ്റ് മാറ്റിയിട്ടെങ്കിൽ തന്നെ ഏകദേശം ഒരു 3,000+ ചാർജുകൾ അവർ ഈടാക്കുന്നുണ്ട്. അപ്പോൾ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞത് വലിയ മെയിൻ്റനൻസുകളൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഇതുവരെ ഒരു വർഷം കൊണ്ടൊന്നും വലിയ മെയിൻ്റനൻസുകളൊന്നും വന്നില്ല. പക്ഷേ വരുന്ന മെയിൻ്റനൻസുകളൊക്കെ വരികയാണെങ്കിൽ വലിയ കാശും കൊണ്ടേ പോകാറുള്ളൂ എന്നുള്ളതാണ്. ബാറ്ററിക്ക് ഒരു 8 വർഷത്തോളം വാറണ്ടി തരുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ കൺട്രോളറിനോ അല്ലെങ്കിൽ ചാർജറൊന്നും വാറണ്ടികളൊന്നും ഉണ്ടാവില്ല. അതൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ നല്ലൊരു സംഖ്യ 10-15,000 രൂപയോളം അതിൻ്റെ പിന്നെ ചാർജിങ് കൺട്രോൾ ഇന്ത്യൻ ലൈറ്റിൻ്റെ സർക്യൂട്ടിനൊക്കെ കമ്പ്യൂട്ടറിൻ്റെ ബോർഡുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചാർജുകളൊക്കെ ഏത് സമയത്ത് നമ്മളൊന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് അതിനകത്ത് ഓലയുടെ ഈ പെർഫോമൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വളരെ ഹാപ്പിയാണ്. റൈഡ് കംഫർട്ടാണ്. കുറേ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. സർവീസുകളിലെ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കിയാൽ മാത്രം. അപ്പോൾ നമ്മൾ ഈ കുറേ കാര്യങ്ങൾ നമ്മളതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് അറിയാവുന്നതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളും ടെക്നിക്കലും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഓല ഉപയോക്താവാണ് അല്ലെങ്കിൽ ഓലയെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മളതിന്